ബ്ലോക്കാണ് കേട്ടോ. എന്താണെന്ന് മനസ്സിലാവില്ല. ആക്സിഡൻ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. ഈ കുഴിയിൽ 3 ആൾക്കുള്ള ആഴമുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. 3 ആൾക്കുള്ള ആഴത്തിൽ ഈ പൊടി ഉണ്ട് എന്ന് അവർ പറയണം. അപ്പം നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മുടെ പുതിയൊരു ലോഡിൻ്റെ കാഴ്ചകളിലേക്കും പുതിയൊരു വീഡിയോയിലേക്കും സ്വാഗതം. നമ്മളങ്ങനെ കഴിഞ്ഞ ലോഡ് ഇറക്കിയിട്ട് ഇവിടെ നിലമ്പൂർ ടൗണിലാണ് ഇപ്പോൾ ഉള്ളത്. ഇവിടെ ഇങ്ങനെ ഒഴിഞ്ഞൊരു പാർക്കിംഗ് ഏരിയ കിട്ടിയപ്പോൾ നമ്മളങ്ങനെ വണ്ടി ഇവിടെ കയറ്റി നിർത്തിയതാണ്. ഇന്നലെ നമുക്ക് ലോഡ് ഇറക്കാൻ 4 മണി ആയതുകൊണ്ട് വേറെ ലോഡൊന്നും സെറ്റായില്ല വൈകുന്നേരം. ഇന്നലെ നൈറ്റ് നമ്മൾ ഇവിടെ വരുന്നു കേട്ടോ, സ്റ്റേ ചെയ്ത്. ഇന്നലെ നൈറ്റ് ഇവിടെ കിടന്നത്. ഇവിടെ അങ്ങനെ പേ പാർക്കിംഗ് ഒന്നുമില്ല, സാധാ ഒരു ഒഴിഞ്ഞ സ്ഥലം. ഇവിടെ ഈ വണ്ടികളുടെ മറ്റേ പഞ്ചർ ഒട്ടിക്കാനുള്ള പഞ്ചർ ഷോപ്പും ഉണ്ട്, അതുപോലെ ഇലക്ട്രീഷ്യനും സ്പെയർ പാർട്സിൻ്റെ ഒക്കെ കടയുള്ളൊരു ബിൽഡിംഗ് ആട്ടോ കാണുന്നത് താഴത്തെ ഫ്ലോറിൽ. പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞൊരു ഗ്രൗണ്ടാണ്. ഇവിടെ ഞാൻ വന്നപ്പോൾ ഇവിടെ വണ്ടി എടുത്താൻ പറ്റുമോ എന്ന് ചോദിച്ചു. അങ്ങനെ എല്ലായിടത്തും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അയാൾ പറഞ്ഞു നിർത്തിക്കോ, കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ചില സ്ഥലങ്ങളിലൊക്കെ ഈ പേ പാർക്കിംഗ് ഉണ്ടാവും. ലോറി കൂടുതലും ലോറിക്കാണ്. ഈ ഇന്ത്യ മറ്റേ കേരളം വിട്ടുപോയാൽ ഇവിടെ പിന്നെ ബസ്സൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഒരു പേ പാർക്കിംഗ് ആവുമെന്ന് കരുതി. പക്ഷെ ഇവിടെ അങ്ങനെ പേ പാർക്കിംഗ് അല്ല. അതുപോലെ അതല്ലാത്തതുകൊണ്ട് തന്നെ ഇവിടെ ബാത്റൂമും സൗകര്യമൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ ലോഡ് എന്ന് പറയുമ്പോൾ ഇവിടുന്ന് ഒരു 10 കിലോമീറ്റർ പോയ ഇടവണ്ണ എന്ന് പറയും. അവിടുന്ന് ഈ റോഡിലേക്കാണ് ലോഡ്. മരപ്പൊടിയാണ് ലോഡ്, മരപ്പൊടി. അതായത് പ്ലൈവുഡിൻ്റെ ആണെന്നൊരു സംശയം ഉണ്ട് കേട്ടോ. പൊതുവേ ഇവിടുന്ന് മരത്തിൻ്റെ പൊടിയാണ് ലോഡ് കിട്ടാറ്, ഈ നിലമ്പൂർ, ഇടവണ്ണ, മഞ്ചേരി ഏരിയ എന്നൊക്കെ. അപ്പോൾ സമയം 4:30 കഴിഞ്ഞു കേട്ടോ. ഒരു 5 മണിയാകുമ്പോഴേക്ക് എത്താനാണ് പറഞ്ഞു. ഇവിടുന്ന് ഒരു 10-14 കിലോമീറ്റർ ഉള്ളൂ. അപ്പോൾ നമുക്ക് മെല്ലെ പോകാനുള്ള പരിപാടി നോക്കാം. കണ്ടില്ലേ ഇവിടെ നിന്ന് 15 കിലോമീറ്റർ പോകണം. 15 കിലോമീറ്റർ പോകണം. ഏതോ പ്ലൈവുഡിൻ്റെ കമ്പനിയാണെന്നാണ് തോന്നുന്നത് ഈ മാപ്പിൽ നോക്കിയിട്ട്. ഒന്നില്ലെങ്കിൽ പ്ലൈവുഡിൻ്റെ കമ്പനി, അല്ലെങ്കിൽ മരത്തിൻ്റെ മില്ലില്ലേ, മില്ല്. അവിടെ നിന്നാണ് ഈ സാധനം കയറ്റാറുണ്ടാവുക. അപ്പോൾ നമുക്ക് എന്തായാലും പോയി നോക്കാം. നമുക്ക് ഈ ജംഗ്ഷനിൽ നിന്നാണ് കേട്ടോ ലെഫ്റ്റ് തിരിയാണ്ട്. നമ്മൾ വന്നത് ഈ റോഡ് റൈറ്റ് ആയിരുന്നു, അതായത് പെരിന്തൽമണ്ണ റോഡാണല്ലേ. നമ്മൾ വന്നത് ഈ റൈറ്റ് കാണുന്ന റോഡിലായിരുന്നു കഴിഞ്ഞ ലോഡായിട്ട് വന്നത്. നിലമ്പൂർ പെരിന്തൽമണ്ണ, വണ്ടൂർ, പാണ്ടിക്കാട്. ഈ റോഡ് പെരിന്തൽമണ്ണ റോഡാട്ടോ. പെരിന്തൽമണ്ണയൊക്കെയുള്ള ബസ്സാട്ടോ. അപ്പോൾ നമ്മൾ ലോഡ് കയറ്റിയിട്ട് ഈ റോഡ് തന്നെ അങ്ങനെ തിരിഞ്ഞു പോവാം, നേരെ ഡയറക്റ്റ് പെരിന്തൽമണ്ണ. അത് സെറ്റായി. അപ്പോൾ കിലോമീറ്റർ കുറച്ച് ലാഭമായിരിക്കും. നമ്മുടെ വൈപ്പറിൽ നിന്ന് തന്നെ വെള്ളം വരും, അതിനുള്ള സെറ്റപ്പൊക്കെ ഉണ്ട് ഈ വണ്ടിയിൽ കേട്ടോ. അതായത് പൊതുവേ ഈ മോഡൽ വണ്ടികളിലൊക്കെ ഉണ്ട്. പക്ഷെ അതിൻ്റെ വൈപ്പറിൻ്റെ ഇതുണ്ടല്ലോ, വൈപ്പർ ചെറിയൊരു കംപ്ലൈൻറ്റാണ്.
അതിൻ്റെ റബ്ബർ ആയിട്ടുണ്ട്. അത് മാറ്റി കഴിഞ്ഞാലുള്ളൂ നമുക്ക് ഗ്ലാസ് ക്ലിയർ ആയിട്ട് തുടക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതൊന്ന് അമർത്തി കഴിഞ്ഞാൽ ഒന്ന് ക്ലീൻ ആവുമായിരുന്നു. അത് ഇനി പോകണ വഴിക്ക് സെറ്റാക്കണം. അങ്ങനെ നമ്മൾ ഏകദേശം എത്താനായിട്ടോ. ഈ കാണുന്ന റോട്ടിന് നമുക്ക് കയറി പോകണം. മാടശ്ശേരി അട്ടിപ്പുരി. ഇനി ഓൺലി 1 കിലോമീറ്റർ. അഞ്ചു മണിയാകുമ്പോഴത്തേന് ഒരു പണിക്കാരൊക്കെ വരും. ഇത് ലോഡ് കയറ്റാൻ കുറച്ച് ഭായിമാരാ തോന്നുന്നുണ്ട്. പൊതുവെ അങ്ങനെയാണ് ഉണ്ടാവാറ്. 5 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ എത്തുമെന്നാ പറഞ്ഞു. ഇപ്പോൾ സമയം 5:15 കുറച്ച് ചെറിയ റോഡാണ്. വേറൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ ഒതുക്കിയൊക്കെ പോകണം. കോറിയൊക്കെ ഉണ്ട് വന്നിട്ട് കേട്ടോ. ഒരു മരമില്ല് കാണാനുണ്ട്. പക്ഷെ അവർ അയച്ച ലൊക്കേഷൻ ഇതല്ല. സാധനം മരമില്ലിൽ നിന്നൊക്കെ കയറ്റാണ്ടാവുക പൊതുവെ. ചിലപ്പോൾ അവിടെ തികഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് കയറ്റേണ്ടി വരും. എന്തായാലും നമുക്ക് നോക്കാം. ഈ റോഡാണെന്നാണ് നമ്മുടെ ഗൂഗിൾ മാപ്പ് പറയണേ. ഈ റോഡ് കയറി കഴിഞ്ഞാൽ 160 മീറ്റർ ഉള്ളൂ കേട്ടോ. ഈ കാണുന്ന കമ്പനിയാണെന്ന് തോന്നുന്നു. സംഭവം ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്നൊരു കമ്പനിയാണ് കേട്ടോ. ഒരു പോയി നോക്കാം. അങ്ങനെ തന്നെയാണ് കയറ്റാനുള്ള കമ്പനി. നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇവർ പറഞ്ഞ 5 മണിക്ക് പണിക്കാരൊക്കെ വരുന്ന. പക്ഷെ ഇവിടെ ആരെയും കാണാനില്ല. നമ്മൾ പോസ്റ്റാക്കി ഗൈസ്. ആളിപ്പോൾ പറഞ്ഞ് പണിക്കാരെ വിളിക്കട്ടെ എന്നാ. ഇത് പുറത്തുനിന്ന് വിളിച്ചിട്ട് പോകണം. ഇവിടെ പണിയെടുക്കണവർ ഈ സാധനം കയറ്റിലാവുന്നുണ്ട്. ഇവിടെ കണ്ടില്ല, നല്ല അടിപൊളി ഫർണിച്ചറൊക്കെ ഉണ്ടാക്കുന്ന ഒരു കമ്പനി കേട്ടോ. ഞാനെന്താ ഇവർ നമ്മളെ വെയിറ്റ് ചെയ്തിരിക്കാവുന്ന കരുതി. ഇനിയിപ്പോൾ നമുക്ക് പണിക്കാരെ വെയിറ്റ് ചെയ്തിരിക്കണം. വേട്ട സമയമുണ്ട്, അതുകൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ നീണ്ട കാത്തിരിപ്പിനൊടുവിൽ പണിക്കാരെത്തിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ സമയം എത്ര വെച്ചിട്ടാ? 7:30 7:24 നമ്മളപ്പോൾ വന്ന് ഇവിടെ നിൽക്കാൻ തുടങ്ങിയതാ. ഇപ്പോഴാണ് ഇവന്മാർ എത്തിയത്. അങ്ങനെ നമ്മൾ കുറച്ചും കൂടെ റിവേഴ്സ് വന്നിട്ടോ. അങ്ങനെ നമ്മൾ ആ കാണുന്ന വഴി ഇങ്ങനെ വന്ന് ഇവിടെ റിവേഴ്സ് ഇട്ടു കേട്ടോ. ഇനി ഇവിടെ നിന്ന് കയറ്റമുള്ളത് ഈ കാണുന്നത്. ഇവർ പറയണത് ഒരു 2 സ്ഥലത്തുനിന്ന് കൂടി കയറ്റാണ്ടെന്നാ. ഇവിടെ നിന്ന് തികയില്ല എന്ന് പറയണത്. ഇവിടെ ഈ കാണുന്നേ ഉള്ളൂ. കേട്ടോ ചെങ്ങായിമാര്. ഇത് മൊത്തം 10 ടണ്ണാട്ടോ പറഞ്ഞ ഈ സാധനം. ഇവിടെ ഇത് തികയില്ല, വളരെ കമ്മിയാണ്. മിക്കവാറും നമ്മൾ ഇവിടുന്ന് പോകാൻ ടൈം ആവട്ടോ. ഇപ്പം തന്നെ 8 മണി കഴിഞ്ഞ്. പൊതുവേ ഇത് ഇത്ര വൈകാറില്ല ഈ സാധനം കയറ്റുമ്പോൾ. അല്ലെങ്കിൽ പിന്നെ പണിക്കാരൻ്റെ ഒരു കഴിവ് പോലെ ഇരിക്കും, പെട്ടെന്ന് കയറി കഴിയും.
എന്തായാലും നമുക്ക് നോക്കാം അവിടെ നിന്ന് എത്ര മണിക്ക് പോകാൻ പറ്റുക. ഇവിടെ ഉള്ള ഏകദേശം എടുത്ത് കഴിയാനായിട്ടാ, ഇനി കുറച്ചുകൂടി ഉള്ളു. ഇവിടെ കണ്ടില്ലേ നമ്മുടെ വണ്ടിയിൽ ഈ സൈഡ് ഹൈഡൊക്കെ ഇവിടെ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് കളർ സാധനം വെച്ചിന്, അല്ലെങ്കിൽ പൊടിയൊക്കെ പുറത്തു പോകും. ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ കവർ ചെയ്യട്ടോ. പൊതുവെ ഇത്ര നല്ല സാധനം വെക്കാറില്ല, കുറച്ച് വില പിടിപ്പുള്ളതാണല്ലോ. അങ്ങനെ അവിടുത്തെ കഴിഞ്ഞിട്ടോ. ഞങ്ങൾക്ക് കുറച്ച് അപ്പുറത്ത് ഇതാ കാണുന്ന ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് കയറ്റാനുണ്ടേ. ഇവിടെ സൈഡിൽ കൂടി മറ്റേ മരക്കഷ്ണങ്ങളുള്ളതുകൊണ്ടേ ചെറിയ ചെറിയ പീസുകളുണ്ടാവും. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളെ ടയറിന് പണി കിട്ടും. ഓക്കേ, ഇനി കുറച്ച് ഇവിടുന്ന് കയറ്റാണ്. കാണുന്ന അവിടെ നിന്ന് ഓർക്ക് ആ സൈഡിൽ വെച്ചാൽ പറ്റൂല, ഇപ്പുറത്തേക്ക് വെക്കണം എന്ന്. അപ്പൊ പിന്നെ ഇപ്പുറത്താണ് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ കയറ്റിക്കഴിഞ്ഞ് ഇനി ഒരു 5 കിലോമീറ്റർ അപ്പുറത്ത് പോകണം. ബാക്കി അവിടെ നിന്നാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് വന്നു കേട്ടോ. ഇനി ബാക്കി ഇവിടെ നിന്ന് കയറ്റാനുള്ളത്. ഈ കുഴിയിൽ 3 ആൾക്കുള്ള ആഴുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. 3 ആൾക്കുള്ള ആഴത്തിൽ ഈ പൊടി ഉണ്ട് എന്ന് അവർ പറയണേ. पूरा फुल करा जी ना ब्राया ब्राय कोण आता फाले बारा എടുത്തിട്ട് ഇപ്പോൾ ഇത്ര ആയിട്ടോ. ബായ് ഉണ്ടല്ലേ താഴത്തെത്തി. അമ്മമാർക്ക് ഇത് കുറച്ച് റിസ്ക് അടിച്ച പണിയാട്ടോ. അപ്പോൾ ഞങ്ങൾ സാധനം കണ്ണിലൊക്കെ ആയാലേ സാധാ പ്രോബ്ലമായി. നമ്മുടെ വണ്ടീൻ്റെ പകുതിക്കായിട്ടോ, പകുതിക്കല്ല ഏകദേശം പകുതിയായി. ഇത് കണ്ടിട്ട് ഇവിടുന്ന് തന്നെ ഫുള്ളാവുമെന്നാണ് തോന്നുന്നത്. അങ്ങനെ സമയം 12:06 ഈ ലോഡ് കയറ്റാൻ വന്നിട്ട് ആദ്യമായിട്ടാണ് ഇത്ര സമയമാണ്. പൊതുവേ നമ്മൾ പോകേണ്ട സമയമായി. അപ്പോൾ കുറച്ച് നേരം ഒന്ന് കിടക്കാന്ന് കരുതിയിട്ടേ ഇനിയും വണ്ടിയിൽ പകുതിയോളം കയറ്റാനുണ്ട്. അപ്പോൾ എന്തായാലും കുറച്ചുകൂടി സമയമാവും. ആ നേരം നമുക്കൊന്ന് കടന്നാൽ പിന്നെ വണ്ടി എടുത്ത് പോകുമ്പോൾ പിന്നെ സ്ട്രെയിറ്റ് അങ്ങോട്ട് വിട്ടാൽ മതി. അപ്പോൾ കുറച്ച് നേരം കിടന്നുറങ്ങാം. സമയമുണ്ട്. ഇനിയിപ്പോൾ നാളെ ഇത് കയറ്റിയിട്ട് നമ്മളെപ്പോൾ അവിടെ എത്തുന്നൊരു പിടുത്തം കിട്ടുന്നില്ല കേട്ടോ. പണിക്കാർ വരാൻ വൈകിയതാണ് ഇതിൻ്റെ മെയിൻ കാരണം. അപ്പോൾ ഓക്കെ, ഗൈസ് അങ്ങനെ നമ്മുടെ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞ സമയം കേട്ടോ. 5:14 ആദ്യമായിട്ടാണ് ഇങ്ങനെ കേട്ടോ. ഇത്ര നേരം ഈ ലോഡ് കയറ്റാനാണ്. അവിടെ നന്നായിട്ടൊന്ന് ഉറങ്ങി.
12 മണിക്ക് കിടന്നോ, ഇപ്പം 5 മണിയായി. സാധനം കമ്മി കേട്ടോ. സാധനം കാലിയായി. സാധനം ബാക്കിലൊന്നുമില്ല കേട്ടോ, ബാക്കിലൊക്കെ ഭയങ്കര കമ്മിയാണ്. ഇനി ഒരു 10 ചാക്ക് കൂടി ഉണ്ടാവുന്ന കേട്ടോ ഇവര് പറയണേ. എന്തായാലും ഒരു 10 ടൺ ഉണ്ടാവും. ആണ് നമ്മുടെ പായൊക്കെ കെട്ടി കഴിഞ്ഞിട്ടാ. അതാ ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, 3-4 ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ഇതിങ്ങനെ പരിപാടി പെട്ടെന്ന് കഴിയും. 100-200 പേർക്ക് കൊടുക്കേണ്ടി വരുമെന്ന് മാത്രം. അതുപോലെ ആളില്ലെങ്കിൽ പിന്നെ നമ്മൾ തന്നെ ചെയ്യണം കേട്ടോ. ഗ്ലാസ് ഒന്ന് ക്ലീൻ ആക്കാം. ഇവിടെ നിന്ന് കുറച്ച് വെള്ളം കിട്ടിയോണ്ട് നന്നായി. നമ്മളങ്ങനെ അവിടെ നിന്ന് വണ്ടി എടുത്തപ്പോൾ മഞ്ചേരി എത്തി, മഞ്ചേരി ടൗണ്. ഇനി ഇവിടുന്ന് നേരെ പെരിന്തൽമണ്ണ, അവിടുന്ന് പാലക്കാട്, വാളയാർ വഴി കോയമ്പത്തൂർ, ഈറോഡ്. അതാവട്ടെ നമ്മുടെ റൂട്ട്. ഇതാണ് മഞ്ചേരി ടൗണ്. ഇവിടെയാണ് നമ്മുടെ മമ്മൂക്ക മഞ്ചേരിയിൽ മറ്റേ വക്കീലായിട്ട് ജോലി ചെയ്യുന്ന കോടതി. അത് അവിടെയാണ്. ഇതാണ് കേട്ടോ പുതിയ കോടതിൻ്റെ ബിൽഡിങ്. പഴയ കോടതി ഇല്ല ഇപ്പോൾ ഇവിടെ മഞ്ചേരിയിൽ. അങ്ങനെ നമ്മൾ പെരിന്തൽമണ്ണ റോഡിലേക്ക് കയറിയിട്ടുണ്ട് കേട്ടോ മഞ്ചേരിയിൽ നിന്ന്. ഇനി ഇവിടെ നിന്ന് കുറച്ചുകൂടി ഉള്ളൂ. നമ്മൾ ഈ റോഡ് കയറി കുറച്ച് വന്ന് ഇനി ഒരു 13 കിലോമീറ്റർ പോയാൽ ഒരു 10 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ പെരിന്തൽമണ്ണ. അങ്ങാടിപ്പുറം എത്തിട്ടോ. പെരിന്തൽമണ്ണക്കടുത്ത് അങ്ങാടിപ്പുറം എന്ന് പറയും. ആണ് അങ്ങാടിപ്പുറം മേൽപ്പാലം, റെയിൽവേ മേൽപ്പാലാണ്. ഇവിടെ ആദ്യം ഭയങ്കര ബ്ലോക്കായിരുന്നു. ആ ബ്ലോക്ക് മാറ്റാൻ വേണ്ടി കൊണ്ടുവന്ന പാലാണ്. പക്ഷേ ഈ പാലം വന്ന ശേഷം ഭയങ്കര ബ്ലോക്കാട്ടോ. ഈ നേരത്തെ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ്. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇവിടെ നമ്മളങ്ങനെ നിൽക്കേണ്ടി വരും. അങ്ങനെ നമ്മൾ ചെർപ്പുളശ്ശേരി കഴിഞ്ഞു. ചെർപ്പുളശ്ശേരി കഴിഞ്ഞിപ്പോൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് പാലക്കാട് ജില്ലയാണ് കുറച്ച് ദൂരം. കോഴിക്കോട് പാലക്കാട് റൂട്ടാണ് ഇതും. അതുപോലെ കുറച്ച്
അപ്പുറത്ത് വേറെ റൂട്ടുണ്ട്, മണ്ണാർക്കാട് വഴി പോവാം. അതുപോലെ ഈ റൂട്ടും പോവാം. പക്ഷേ ഈ റൂട്ട് പോകുമ്പോൾ നമുക്കൊരു 10 കിലോമീറ്റർ ലാഭമാണ് കേട്ടോ. അങ്ങനെ അധികം ആർക്കും അറിയില്ല. കൂടുതൽ ലോറിക്കാരും ആ മണ്ണാർക്കാട് റൂട്ടായിട്ട് കയറി പോവാം. പക്ഷെ ഇപ്പോൾ ഈ റൂട്ട് ഭയങ്കര അടിപൊളി, നല്ല വീതിയൊക്കെ ഉള്ള റോഡാണ്. അതുകൊണ്ട് തന്നെ ഈ റൂട്ട് പോകുന്നതാണ് ബെറ്റർ. എല്ലാം ഓക്കെയാണ് ഗൈസ്. നമ്മൾ ഈ വന്ന റൂട്ടിലാണ് എൻ്റെ വീട്. അപ്പോൾ ഞാനൊന്ന് വീട്ടിൽ പോയത്. അതായത് രാവിലെ നമ്മളിവിടെ ഒരു 10 മണിക്ക് എത്തിയല്ലോ. ആ നേരത്തെ നമുക്ക് വണ്ടി എടുത്ത് പോയാൽ പിന്നെ ഫുള്ള് ട്രാഫിക്കും, അതുപോലെ ചൂടൊക്കെ ആകുമ്പോൾ ടയറിനൊക്കെ പ്രശ്നമാണ്. അപ്പോൾ ഞാൻ കഴിഞ്ഞ ആഴ്ച ഇവിടുന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ഈ വഴി പോകുമ്പോൾ നമുക്ക് വീട്ടിലൊക്കെ ഒന്ന് പോയിട്ട് പോകാമെന്ന് കരുതിയിട്ട് അങ്ങനെ രാവിലെ വീട്ടിൽ പോയിട്ട് ഇപ്പോൾ നമ്മൾ വണ്ടി എടുത്ത് ഇറങ്ങാൻ കേട്ടോ. ഇനി നമുക്ക് നേരെ വിടാം. ഇനി ഇവിടുന്ന് ആകെ 140 കിലോമീറ്ററേ ഉള്ളൂ ഈ റോഡ്. ഇവിടുന്ന് പാലക്കാട് 22 കിലോമീറ്റർ. ഈ ട്രാഫിക് എന്ന് പറയുമ്പോഴേ രാവിലെ ഭയങ്കര ട്രാഫിക് ആയിരിക്കുമല്ലോ പൊതുവേ. അപ്പോൾ നമ്മളെ വണ്ടിക്ക് മൈലേജ് ഷോർട്ടാവും. നമ്മളിങ്ങനെ ഗിയർ ഡൗൺ ആക്കി പോകുമ്പോഴേ അതൊക്കെ അങ്ങനെ നമ്മൾ പ്രതീക്ഷിക്കണ മൈലേജ് കിട്ടില്ല. അപ്പോൾ പിന്നെ നമ്മൾ ഈ ലോഡ് എടുത്തതിന് നമുക്ക് അത്ര മെച്ചം വരില്ല. അതുകൊണ്ടാണ്, അതാണ് രാവിലെ ഓടിയാലുള്ള കുഴപ്പം. അങ്ങനെ നമ്മൾ പാലക്കാട് എത്തിട്ടോ. പാലക്കാട് ഇതൊരു ബൈപ്പാസ് ആയിരുന്നേ. ഇവിടെ നിന്ന് റൈറ്റ് പോയാലാണ് പാലക്കാട് ടൗണ്. ഈ കാണുന്ന റോഡ്. ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് വന്നാൽ നമ്മൾ നേരെ കോയമ്പത്തൂർ ഹൈവേ പോയി കയറും. കോയമ്പത്തൂർ ഹൈവേ എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഫുൾ തമിഴ്നാട്, അതായത് ഈറോഡ്, സേലം എല്ലാം ഈ ഹൈവേ ആണ് കേട്ടോ. നമ്മുടെ സേലം കൊച്ചി ഹൈവേ, ഇതാണ് ആ ഹൈവേ. മേലെ കൂടി പോണേ. നമ്മൾ ഈ ഹൈവേയിലാണ് പോയി കയറാം. ഇവിടുന്ന് റൈറ്റ് പോയാൽ ഇങ്ങനെ റൈറ്റ് അടിച്ച് പോയാൽ തൃശ്ശൂർ എറണാകുളം റോഡ്. ഈ റോഡ് നേരെ പോയാൽ സേലം കോയമ്പത്തൂർ ഈ റോഡ്, ആ ഹൈവേ. ഈ സർവീസ് റോഡ് അങ്ങനെ കയറി ഈ റൈറ്റ് സൈഡ് കാണുന്ന ഹൈവേ കയറും. കുറച്ചുകൂടി അങ്ങോട്ട് പോകണം. ഈ ബസ് തിരിഞ്ഞു പോയ റൂട്ടാണ് പൊള്ളാച്ചി റൂട്ട് കേട്ടോ. അപ്പോൾ ആ ബസ് കൊടൈക്കനാലാവും. ആ റൂട്ട് അങ്ങനെ പോയാൽ കൊടൈക്കനാലാണല്ലോ. അത് പിന്നെ മിക്കവാറും നമ്മുടെ കേരളത്തിലുള്ള എല്ലാവരും പോകുന്ന വഴിയാണ്, എല്ലാവർക്കും അറിയാമായിരിക്കും. അങ്ങനെ നമ്മൾ സർവീസ് റോഡിൽ നിന്ന് ഹൈവേക്ക് കയറുകയാണ്. ഇവിടെയാണ് മറ്റേ കിൻഫിഷറിൻ്റെ ബിയറിൻ്റെ കമ്പനി ഉള്ളത്. ഈ കാണുന്ന ഏരിയ ആണത്, ഈ ബിയറിൻ്റെ കമ്പനി കിൻഫിഷറിൻ്റെ. പണ്ട് ഞാൻ പോയിരുന്ന വണ്ടിയിൽ സ്ഥിരം ലോഡ് ഇവിടെ നിന്നായിരുന്നു. അതൊരു ലേലൻഡ് ആയിരുന്നു വണ്ടി, ഒരു 1.5 കൊല്ലം മുന്നേ. ചെറിയൊരു ബ്ലോക്കാണ് കേട്ടോ. എന്താണെന്ന് മനസ്സിലാവില്ല. ആക്സിഡൻ്റ് ആണോ അതോ വേറെ എന്തെങ്കിലും ആണോ എന്നറിയില്ല. സംഭവം ഒരു ആക്സിഡൻ്റ് ആണേ.
അതോ ബൊലേറോ പിക്കപ്പ് ഒരു കണ്ടെയ്നറിന്റെ ബാക്കിൽ പോയി അടിച്ചതാണ് സംഭവം. ഇതൊക്കെയാണ് നമ്മുടെ തൊഴിലിൻ്റെ ഒരു ഇതാണ് അതൊക്കെ. ഈ അപകടം എന്നൊക്കെ പറയുമ്പോഴേ എപ്പോ വേണേലും സംഭവിക്കാം. ഇതാണ് കേട്ടോ ഇപ്പോഴത്തെ വാളയാർ ചെക്ക് പോസ്റ്റ്. അങ്ങനെ നമ്മൾ വാളയാർ എത്തി. വാളയാർ ഇവിടെ ഇതുപോലെ 3-4 പോലീസുകാരുണ്ടാവും. ഇവിടെയൊക്കെ ചെക്കിംഗ് ഒക്കെ നല്ല ചെക്കിങ് തന്നെ. പക്ഷെ പഴയ പോലെ പണ്ട് കുറച്ച് ടൈം എടുക്കുന്നോ, ചെക്കിങ് എന്തോ കൂടുതലാണെന്നൊക്കെ പറയണ കേൾക്കാം. അങ്ങനെ നമ്മൾ വാളയാർ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞിപ്പോൾ തമിഴ്നാട് ബോർഡർ കയറിട്ടോ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് തമിഴ്നാടാണ്. കുറച്ചുകൂടെ പോയാൽ തമിഴ്നാട് RTO ഓഫീസാണ്. ഇപ്പം നമ്മൾ വാളയാർ കേരള RTO ഓഫീസും അതുപോലെ ഇപ്പം കഴിഞ്ഞ ചെക്ക് പോസ്റ്റാണ്. കേരള RTO ഓഫീസ് പിന്നെ ഇല്ലപ്പോൾ. ഈ അടുത്തത് അടച്ചു പൂട്ടിയല്ലോ, ഈ മറ്റേ കൈക്കൂലി വാങ്ങിയെന്നൊക്കെ പറഞ്ഞ് ന്യൂസിലൊക്കെ ഉണ്ടായിരുന്നില്ലേ. ഇവിടെയാണ് ഈ തമിഴ്നാട് RTO ഓഫീസ്. ഇപ്പം ഇങ്ങനെ ടോർച്ച് അടിക്കണതാണ് കേട്ടോ, പൈസക്കാണേ. പൈസക്ക് എന്നല്ല, ഇവിടുത്തെ ഒരു നിയമം അങ്ങനെയാണ്. അതാ ആറല്ലേ. ഇവിടെ നമ്മൾ 6 വീൽ വണ്ടി 50 രൂപ അങ്ങനെ പൊതുവെ കൊടുക്കാറ്. അതുപോലെ വലിയ വണ്ടികൾ പിന്നെ 12 വീലും 10 വീലൊക്കെ ആകുമ്പോൾ കുറച്ചുകൂടി കൂടും, 200 250 ആയിട്ട് അങ്ങനെ. പിന്നെ അതല്ലാതെ അവരിടുന്ന അനാവശ്യമായിട്ടുള്ള ഈ ഫൈനുകൾ ആവശ്യത്തിനുണ്ടാവും. പക്ഷെ നമുക്കൊക്കെ കുറേ ആവശ്യമില്ലാതെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മളെ വണ്ടീൻ്റെ ബുക്കും പേപ്പറും കാര്യങ്ങളൊക്കെ ക്ലിയറും പക്കയാണ്. പെർമിറ്റ് നാഷണൽ പെർമിറ്റാണ്, എല്ലാം സെറ്റാണ്. പക്ഷെ ഇവന്മാർ വെറുതെ ഓരോ കാരണം പറഞ്ഞ് നമ്മുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങും. നമ്മളെന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. 1000 500 എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ. ഇപ്പോൾ സമയം 6:37 കേട്ടോ. നമുക്ക് ഇനി നമ്മുടെ ലൊക്കേഷൻ, അതായത് ഈ റോഡ് ഇനി ഒരു 80 കിലോമീറ്റർ ഉണ്ടാവും ഇവിടുന്ന്. അവിടെ ഒരു 8 മണിയാകുമ്പോഴേക്ക് എത്തും എന്ന് പ്രതീക്ഷിക്കണു. സൂര്യൻ അവിടെ ഉദിച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മളങ്ങനെ ഹൈവേന്ന് വേറൊരു റൂട്ട് കയറി കേട്ടോ. കമ്പനിയിൽ നിന്നൊരു മാപ്പ് അയച്ചു തന്നായിരുന്നു. അത് നോക്കിയപ്പോൾ നമ്മൾ വേറൊരു റൂട്ടിൽ വന്ന് കയറിയതാണേ. വീണ്ടും വേറൊരു റൂട്ടിൽ വന്ന് കയറിയിട്ടുണ്ടേ. ആണ് നമ്മൾ ഏകദേശം എത്താനായിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു 20 കിലോമീറ്റർ ഉള്ളൂ. യെസ്, 20 കിലോമീറ്റർ. ഈ റൂട്ട് നേരെ പോണത് ഈ കമ്പനിക്കാണെന്നാണ് ഇതിൽ കാണിക്കണത്. ഒരു ചെറിയ ജംഗ്ഷൻ കഴിഞ്ഞ് പിന്നെ നേരെ ഈ കമ്പനി. അപ്പം നമുക്ക് അവിടെ പോയിട്ട് നോക്കാം എന്താ അവസ്ഥ. അതിൻ്റെ മുന്നേ വണ്ടി ഒന്ന് തൂക്കേണ്ടി വരും, വേബ്രിഡ്ജ് പോകേണ്ടി വരും. അതിൻ്റെ ലൊക്കേഷൻ അവർ പറഞ്ഞിട്ടില്ല. അത് കുറച്ച് കഴിഞ്ഞാൽ അവർ വിളിച്ച് പറയുന്ന ഒരു നമ്പർ തന്നിട്ടുണ്ട്. ആ നമ്പറിൽ വിളിച്ചാലേ കിട്ടുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് വിളിച്ച് നോക്കണം, ഇവിടെ എവിടെയെങ്കിലൊക്കെ ഒന്ന് സൈഡാക്കിയിട്ട്. രണ്ട് സൈഡിൽ നല്ല കരിമ്പൻ തോട്ടാട്ടോ. കാണുന്ന ഏരിയ മൊത്തം കരിമ്പാണ്. കരിമ്പ് കാണാൻ നല്ല രസമുണ്ടല്ലേ.
ഇതല്ലേ ഈ ഏരിയ മൊത്തം വാഴയൊന്നുണ്ട് കേട്ടോ, വാഴ കൃഷി. ആ പൂള എല്ലാം ഉണ്ടല്ലോ. ഒന്മാരല്ലെങ്കിലും ഇക്കാര്യത്തിൽ വേറല്ലോ അല്ല, ഈ കൃഷി ചെയ്യാനേ വാഴ, കരിമ്പ്, പൂള അങ്ങനെ എല്ലാ ടൈപ്പ് സാധനങ്ങളും ഉണ്ട് കേട്ടോ. കണ്ടില്ല, കാണുന്ന മൊത്തം കരിമ്പാണ്, ആ ഏരിയ മൊത്തം. നമ്മളങ്ങനെ വെയ്ബ്രിഡ്ജിലെത്തിട്ടോ. കമ്പനീൻ്റെ അടുത്ത് തന്നെ വെയ്ബ്രിഡ്ജ്. ഇവിടെ നിന്ന് 1 കിലോമീറ്റർ ഉള്ളൂ ഇനിയിപ്പോൾ ഇത് ഇറക്കേണ്ട സ്ഥലത്തേക്ക്. അങ്ങനെ വണ്ടീൻ്റെ വെയിറ്റ് എടുത്തിട്ടുണ്ട്. മൊത്തം തൂക്കം 13,645 ഇനി ഇത് നമ്മുടെ വണ്ടീൻ്റെ കാല് വെയിറ്റ് മൈനസ് ആക്കണം. അപ്പോൾ നമുക്ക് വണ്ടിയിൽ എത്ര കയറിയിട്ട് ഇത് കറക്റ്റായി കിട്ടും. അതിന് നമ്മൾ ലോഡ് ഇറക്കി വന്നാൽ ഒന്നുകൂടി ഇവിടെ വന്ന് തൂക്കേണ്ടി വരും. അങ്ങനെ നമ്മളെ കമ്പനി എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് സാധനം ഇറക്കേണ്ട കമ്പനി. ചെറിയ എന്തോ പരിപാടിയാണ്. ഫൈനലി നമ്മൾ ഇറക്കേണ്ട അടുത്ത് എത്തിയിട്ടോ. എന്തോ ഈർച്ചപ്പൊടി, മരപ്പൊടി മെഷീനിലിട്ടിട്ട് എന്തോ കത്തിക്കാനുള്ള സാധനം ഉണ്ടാക്കാനുള്ള തോന്നുന്നുണ്ട്. കണ്ടില്ലേ? ഇനി ലോഡ് ഇറക്കാനുള്ള കാത്തിരിപ്പാട്ടോ. ഇവര് JCB വന്നിട്ട് ഇറക്കുള്ളൂ എന്ന് പറയണേ. JCBയിലാണ് ഇറക്കാറ്. പിന്നെ JCB വരാൻ വേണ്ടിയുള്ള വെയിറ്റിംഗാ. അങ്ങനെ നമ്മുടെ ലോഡ് ഇറക്കിക്കൊണ്ട് കേട്ടോ. അവൾ വരാൻ കുറച്ച് വൈകിപ്പോയി. നമ്മളൊരു 1-2 മണിക്കൂർ ഇവിടെ, ഒരു 1.5 മണിക്കൂർ ഇവിടെ വെയിറ്റ് ചെയ്ത്. കാരണം നമ്മുടെ ലോഡെല്ലാം ഇറക്കി കയറ്റിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ ഇന്നത്തെ പരിപാടി കഴിഞ്ഞു കേട്ടോ. അവിടെ ആ കമ്പനി എന്ന് പറയുമ്പോൾ ഒരു തരം കത്തിക്കാനുള്ള എന്തോ ഒരു മെറ്റീരിയൽ ഉണ്ടാക്കുന്ന ഒരു കമ്പനി കേട്ടോ. അതായത് ഏകദേശം എന്താ ഇങ്ങനെ ഒരു സാധനമാണ് ഇത്. ഈ സാധനം മറ്റേ ഹോട്ടലിലും ബേക്കറിയിലൊക്കെ ഫുഡ് ഐറ്റംസ് ഉണ്ടാക്കാൻ വേണ്ടി കത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നിന്ന് സാധനം പോണേന്നാണ് കേട്ടോ അവർ പറഞ്ഞേ. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കുന്ന ഒരു കമ്പനിയാണ് കേട്ടോ. അവിടെയാണ് നമ്മൾ ലോഡ് ഇറക്കിയത്. അങ്ങനെ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ കഴിയാണ്. അപ്പോൾ പോയിട്ട് പുതിയൊരു ലോഡുമായിട്ട് വരാം. ബൈ.